കൃഷ്ണപ്രിയ PJ, ശ്രീ KR ഭാസ്കരൻ നായർ കളത്തുകുന്നേൽ മെമ്മോറിയൽ മേഘ സോമൻ, ശ്രീമതി സരോജിനിയമ്മ കളത്തുകുന്നേൽ മെമ്മോറിയൽ KP പരമേശ്വരൻ നായർ കൈപ്പട്ടിൽ മെമ്മോറിയൽ രേഷ്മ മോഹനൻ, ശ്രീ PK നാരായണൻ നായർ അമ്പിയിൽ മെമ്മോറിയൽ ജോയ്സി ജോയി മുട്ടയും നൽകുന്നു. SRG യോഗവും ഗ്രൂപ്പ് പ്രവർത്തനവും എല്ലാ ബുധനാഴ്ചകളിലും SRG യോഗം കൂടുകയും അധര, ധരിത്രി, ധരണി, ധാത്രി എന്നിങ്ങനെ പേരുകൾ നൽകി. ഓരോ ആഴ്ചയിലും ഓരോ ഗ്രൂപ്പിന്റെയും നേതൃത്വത്തിൽ കലാപരിപാടികൾ, ദിവസേനയുള്ള അസംബ്ലി, ശുചീകരണ പ്രവർത്തനങ്ങൾ, കലാകായിക മത്സരങ്ങൾ ഇവ നടത്തി വരുന്നു. ക്ലബ്ബ് പ്രവർത്തനങ്ങൾ, സയൻസ് ക്ലബ്ബ് കളുടെ ആഭിമുഖ്യത്തിൽ ദിനാചരണങ്ങൾ, ലഘുപരീക്ഷണങ്ങൾ, ക്വിസ്, സ്കൂൾ ശുചീകരണ പ്രവർത്തനങ്ങൾ, കൃഷി എന്നിവ മെച്ചപ്പെട്ട രീതിയിൽ നടത്തുവാൻ സാധിക്കും. സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട പ്രസംഗ മത്സരം, ക്വിസ് മത്സരം നടത്തി. രക്ഷകർത്താക്കളുടെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഓണാഘോഷങ്ങളോടെ നടത്തി. കുട്ടികളും അമ്മമാരും ഓണക്കളികളിൽ സജീവമായി പങ്കെടുത്തു. ഓണാഘോഷം ഭംഗിയാക്കി തീർത്ത എല്ലാ PTA, MPG ഗാനങ്ങൾ പാടിയും കേക്ക് വിതരണം നടത്തിയും കുട്ടികൾ ക്രിസ്മസ് രാത്രിയുടെ ഓർമ്മ പുതുക്കി. ഉപജില്ലാ കായികമേള കാഞ്ഞിരപ്പള്ളി ഗവൺമെന്റ് ഹൈസ്കൂളിൽ മാർച്ച് 1 2ാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു. ഗണിതശാസ്ത്രമേള മുരിക്കുമയ ഗവൺമെന്റ് കൃഷ്ണപ്രിയ PJ, ഡെയ്സി ജോയ് എന്നിവർക്ക് ഇംപ്രവൈസ്ഡ് എക്സ്പെരിമെന്റ് A ഗ്രേഡ് ലഭിച്ചു. ഗണിതശാസ്ത്രമേളയിൽ ജോമെട്രിക്കൽ പാറ്റേണിൽ സബ് ജില്ലാ കലോത്സവത്തിൽ കുട്ടികൾ പങ്കെടുക്കുകയും നന്ദന S കുമാറിന് UP വിഭാഗം മധ്യപാരായണത്തിന് A ഗ്രേഡും കൃഷ്ണേന്ദു S-ന് LP വിഭാഗം മധ്യപാരായണത്തിന് A ഗ്രേഡ് ലഭിച്ചു. സ്കോളർഷിപ്പുകൾ ശാസ്ത്ര സാങ്കേതിക വകുപ്പ് നൽകി വരുന്ന ഇൻസ്പയർ അവാർഡിന് ഈ സ്കൂൾ വിദ്യാർത്ഥിനി നന്ദന പ്രദർശനത്തിൽ പങ്കെടുക്കുകയും സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കുന്നതിനുള്ള യോഗ്യത നേടുകയും ചെയ്തു. LSS USS പരീക്ഷയ്ക്ക് വിടുകയും ചെയ്തു. ഹെൽപ്പ് ഡെസ്കും ബോധവൽക്കരണ ക്ലാസും സ്ത്രീകൾക്കും കുട്ടികൾക്കും സമൂഹത്തിൽ നേരിടുന്ന അതിക്രമങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും പ്രത്യേക സാഹചര്യത്തിൽ എങ്ങനെ പ്രതികരിക്കാൻ നടത്തി. എരുമേലി ഹെൽത്ത് ഇൻസ്പെക്ടർ നാരായണൻ സാർ, കൗൺസിലർ ശ്രീമതി ജോമി, ശ്രീ ജോർജ് കുട്ടി അഗസ്തി എന്നിവർ ക്ലാസ് എടുത്തു. കടന്നുപോയാലും പിന്നീട് കുട്ടി വളർന്ന് വലിയ ആളായി തീർന്നാലും ഒക്കെ നമ്മുടെയൊക്കെ മനസ്സിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നത് ചെറിയ ബാല്യകാലത്തിലെ സ്കൂളിൽ പഠിച്ച ആ സ്കൂളിലെ വാർഷിക ആഘോഷങ്ങളാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്കൂളിൽ നിന്ന് പിന്നീട് കോളേജിലുമൊക്കെ പഠിച്ചുവെങ്കിൽ പോലും ഒട്ടനവധി വാർഷികാഘോഷങ്ങൾ അധ്യാപകൻ എന്ന നിലയിൽ പിന്നീട് കോളേജിലൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് എൻ്റെ ചെറിയ ക്ലാസ്സിൽ എൻ്റെ ബാല്യകാലത്ത് അന്ന് ചെറിയ സ്കൂളുകളിലെ വളരെ ചെറിയ ബെഞ്ചിലിരുന്ന് ഓർത്ത അല്ലെങ്കിൽ അന്ന് ആസ്വദിച്ച എൻ്റെ സ്കൂൾ വാർഷികങ്ങൾ തന്നെയാണ്. നഷ്ടപ്പെട്ടു പോയ ഒരു പഴയ ഓർമ്മയെ തിരികെ കൊണ്ടുവരുന്ന ഒരു വേദിയായിട്ട് എനിക്ക് പലപ്പോഴും സ്കൂൾ വാർഷികങ്ങൾ അനുഭവപ്പെടാറുണ്ട്. ഒരു ഗ്രഹാതുരത്തിന്റെ വളരെ നനുത്ത ഓർമ്മകൾ തീർച്ചയായും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതായ ഒരു അനുഭവമായി പലപ്പോഴും സ്കൂൾ വാർഷികങ്ങൾ മാറാറ്. അത് മുഴുവൻ പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരു വിദ്യാലയത്തിൽ നിന്ന് ഔദ്യോഗികമായ ഒരു പ്രക്രിയയുടെ ഭാഗമായി യാത്ര പറയുമ്പോഴും തീർച്ചയായും ഒട്ടേറെ ഓർമ്മകൾ മനസ്സിലേക്ക് കടന്നു വരിക സ്വാഭാവികമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ യാത്രയപ്പിന് അങ്ങനെ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഈ തമ്പ്രക്കാട് പ്രദേശത്തെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ കഴിഞ്ഞ ഒരു വലിയ മഹാഭാഗ്യം. ഞാൻ എല്ലാ സ്കൂൾ വാർഷിക വേളയിലും യാത്രയപ്പ് വേളയിലും ഒരു പുണ്യത്തിന്റെ ഭാഗമാണ് ജീവിതത്തിൽ ഒരിക്കൽ അധ്യാപകനാകാൻ കഴിഞ്ഞത്. ഈ വേദിയിലും ഈ സദസ്സിലുമൊക്കെ തന്നെ നമ്മുടെ അധ്യാപക ശ്രേഷ്ഠരായ ആളുകൾ സമൂഹത്തിലെ നമ്മൾ പല മേഖലകളിൽ പ്രവർത്തിക്കാൻ കഴിയും. ഇപ്പൊ MLA എന്ന നിലയിലൊക്കെ അല്ലെങ്കിൽ ജനപ്രതിനിധി എന്ന നിലയിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഒരു ജനപ്രതിനിധിയോട് കാണിക്കുന്ന സ്നേഹത്തിനും ആദരവിനുമൊക്കെ ആ സ്ഥാനം ഉള്ള സമയത്ത് മാത്രമുള്ള ഒരു പ്രത്യേകത മാത്രമാണ്. പക്ഷേ ആ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ പഴയ സ്നേഹമോ താല്പര്യമോ ആ ജനപ്രതിനിധിയോട് ഉണ്ടാകണം എന്നില്ല. നമ്മുടെ പേരിനിപ്പുറത്ത് ഒരു X കൂടെ ചേർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. X MLA എന്നോ അല്ലെങ്കിൽ X പഞ്ചായത്ത് മെമ്പറെന്നോ X ജനപ്രതിനിധി എന്നൊക്കെ പറയുന്നതേ ഉള്ളൂ. പക്ഷെ ഒരിക്കൽ പോലും ഏതെങ്കിലും അധ്യാപകൻ റിട്ടയർ ചെയ്തിട്ട് അതിനിപ്പുറത്ത് X എന്ന് പറയുന്ന ഒരു വാക്ക് ചേർക്കാറില്ല. X ടീച്ചർ എന്ന് പറയാറില്ല. കാരണം ഒരു ടീച്ചർ ഒരിക്കൽ ടീച്ചറായാൽ, ഒരു അധ്യാപികയായാൽ ജീവിതത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം അവസാനിക്കുന്ന നിമിഷം വരെ ആ അധ്യാപകന് കിട്ടുന്ന ആദരം അത് നിഷ്കളങ്കമായ മനസ്സിൽ നിന്ന് തന്റെ ശിഷ്യന്മാരും താൻ പഠിപ്പിച്ചവരും
ഒരു പൊതുസമൂഹവും നൽകുന്ന ആദരവാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ തീരുമാന സാഹചര്യങ്ങളെ മാറ്റിയെടുക്കാനും ഒരു ശിശു സൗഹൃദ അന്തരീക്ഷം വിദ്യാലയങ്ങളിൽ സൃഷ്ടിക്കപ്പെടുവാനുമുള്ള വളരെ ബോധപൂർവമായ ഇടപെടലിന്റെ ഭാഗമാണ് സംസ്ഥാന ഗവൺമെന്റും അത് ഈ നിയോജക മണ്ഡലവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സിമാറ്റിന്റെയും ഡയറ്റിന്റെയും ഒക്കെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതികൾ. അതിന്റെ ഭാഗം നിലയിലുള്ള കുറെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ സ്കൂള് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്വന്തമായ ഒരു വെബ്സൈറ്റ് കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിനുണ്ട്. പുറപ്പാട്.com എന്ന ഈ വെബ്സൈറ്റിൽ കയറിയാൽ കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, സ്കൂളുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് ആർക്കും അറിയാൻ കഴിയും. ഇവിടെ നടക്കുന്ന ഈ ആക്ടിവിറ്റി, ഇപ്പോൾ നടക്കുന്ന ഈ ചടങ്ങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നാളെ ഈ ലോകത്തിന്റെ ഏത് കോണിൽ ഇരുന്നു കൊണ്ടും കാണാൻ കഴിയുന്ന തരത്തിൽ നമ്മളൊരു വെബ്സൈറ്റ് നമ്മുടെ നിയോജക മണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങളുമായി എല്ലാ സ്കൂളുകൾക്കും പ്രത്യേകമായ ലോഗിൻ കോഡ് കൊടുത്തുകൊണ്ട് നമ്മളിപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ സ്കൂളും അതിന്റെ ഒരു ഭാഗമാണ്. അതോടൊപ്പം തന്നെയാണ് ഒട്ടനവധി മറ്റ് പ്രവർത്തനങ്ങൾ. നമ്മൾ അടുത്ത വർഷം നമ്മുടെ എല്ലാ സ്കൂളുകളും നമ്മളൊരു ഭാഷ ആരാമം നമ്മുടെ സ്കൂളുകളിൽ ശ്രേഷ്ഠ ഭാഷ മലയാള ഭാഷയ്ക്ക് കിട്ടിയതിന്റെ ഭാഗമായി മലയാളത്തിലെ മൺമറഞ്ഞ കവികളും മലയാളത്തിലെ കവികളുമൊക്കെ എഴുതിയ കവിതകളിൽ അവർ സൂചിപ്പിച്ച ചെടികൾ, അവർ സൂചിപ്പിച്ച പൂക്കൾ ഉണ്ടാകുന്ന മരങ്ങൾ നമ്മുടെ കോമ്പൗണ്ടുകളിൽ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് ഒരു കവിതയുടെ ആരാമം നമ്മുടെ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകളിലും ആരംഭിക്കാൻ വേണ്ടിയുള്ള അടുത്ത ജൂൺ മാസത്തിൽ നമ്മൾ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയുള്ള പ്രാഥമികമായ പ്രവർത്തനത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് 100% ഇവിടെ